2017 UAE ഗവൺമെന്റ് യൂറോപ്പിലുള്ള ആൽപ്പ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിക്ക് ഫണ്ട് ചെയ്തു. എന്തിനാ അറിയോ? അതായത് 18 യൂറോപ്യൻ രാജ്യത്തുള്ള ആയിരക്കണക്കിന് മുസ്ലിംസിനെ എതിരെ റാഡിക്കലൈസ് ചെയ്ത് കണ്ട് അവരെ ചാപ്പ കുത്തുക. ഇവർക്കൊക്കെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത് സ്വിസ് കമ്പനിയാണ്. ഈ ആർട്ടിക്കിൾ വന്നത് യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് വെബ്സൈറ്റിൽ വന്ന കേസാണ്. ഈ കേസിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായില്ല. അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 18 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിംസിനെതിരെ നുണകൾ പ്രചരിപ്പിച്ചു, ഡിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ആയപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു? ഇവരെ ബിസിനസ്സിനെ ഇത് എഫക്റ്റ് ചെയ്തു, അവരെ റെപ്യൂട്ടേഷനെ ബാധിച്ചു. അങ്ങനെ ജോലികൾ നഷ്ടപ്പെട്ടു ആൾക്കാർക്ക്. ഈ ആൾക്കാരെ ഡാറ്റ മൊത്തം കളക്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു? ഈ സ്വിസ് കമ്പനി നേരെ UAE ഗവൺമെന്റിന് അവരെ സീക്രട്ട് ഏജൻസിക്ക് അയച്ചു കൊടുത്തും ചെയ്ത്. മനസ്സിലായോ? അത് മുസ്ലിംസിനെതിരെ ചെയ്യുന്നത് UAE ചെയ്യുന്നത്. 2017 ഇത് നടന്നത്. 2023 ഇത് പുറത്തു വന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായി. ഒരു മെയിൻ സ്ട്രീം മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളാണ് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. എന്തിനാണിത് ചെയ്യണത് എന്നുള്ളത് അറിയില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു അറബ് അപ്സ്പ്രിങ് അബുദാബിയിൽ നടക്കരുത്, അല്ലെങ്കിൽ UAE നടക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മുസ്ലിം ബ്രദർഹുഡ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈജിപ്തിലൊക്കെ ഈജിപ്തിൽ അതിൻ്റെക്കെതിരെ അവർ നന്നായിട്ട് ചെയ്തു. ഓക്കെ, അതിന് എന്തെങ്കിലും അവർക്ക് കാരണങ്ങളുണ്ടാവും. അത് UAE ബാൻഡാണ്, അതുകൊണ്ടാണ് ഈ കാര്യം വിചാരിക്കും. പക്ഷേ ഇന്നസെൻ്റ് ആയ കുറേ ആൾക്കാരെ ഇൻഫർമേഷൻ എടുത്തിട്ടാണ് ഇവർ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. മോശമായിട്ട് ഇവർ റാഡിക്കൽ ഇസ്ലാമിസ്റ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നതല്ല റിയാലിറ്റി പല കാര്യങ്ങളും. മനസ്സിലായോ?